തമിഴായാലും തെലുങ്കായാലും എന്തിന് ഒട്ടുമിക്ക സിനിമകളും ഷൂട്ട് ചെയ്ത് നമ്മളുടെ തൊട്ടടുത്തുള്ള സ്ഥലത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. ഇപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്നത് തെങ്കാശിയിലേക്കാണ്. ഇപ്പോൾ ഏറെ കാലമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. തെങ്കാശി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായി കാണും. സ്ഥലം മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എത്ര പേര് ഗസ് ചെയ്ത് ശരിയാണെന്ന് നമുക്കറിയാം. രാവിലത്തെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ബസ്സിന് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. മുമ്പേ സീറ്റ് റിസർവ്ഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ സീറ്റ് തന്നെ കിട്ടി. കൃത്യം 5 മണിയോടുകൂടി KSRTC സ്റ്റാൻഡിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് ബസ് പുറപ്പെടും. മിസ്സായി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാൽ പോലും ബസ് കാണത്തില്ല. കാരണം അത്ര സ്പീഡിൽ തന്നെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പറയാനുള്ളത് തന്നെയാണ്, ബസ്സിൽ പോകുന്ന എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെ. ബസ്സിലെ സൈഡ് സീറ്റിൽ നിന്നുള്ള വ്യൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എനിക്കത് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ കൃത്യം 8:30 നമ്മൾ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നു. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങുമില്ല, നമ്മളെ തെങ്കാശിയിലുള്ള തിരുമലൈ കോവിലിലേക്കാണ്. തിരുമലൈ കോവിൽ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് അറിയാൻ വഴിയില്ല. നമ്മളെ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത തിരുമലൈ കോവിൽ. 10 രൂപ എടുത്തു കഴിഞ്ഞാൽ തിരുമലൈ കോവിലിലേക്ക് ബസ്സുണ്ട്. ചെങ്കോട്ട സ്റ്റാൻഡിൽ നിന്ന് തിരുമലൈ കോവിലിലേക്ക് വെറും 10 രൂപ കൊടുത്താൽ മാത്രം മതി. ഇവിടുത്തെ ബസ്സുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് ഫ്രീ ആണ്. നമുക്ക് മാത്രം 10 രൂപ അടച്ചാൽ മതി. ഏറെ കാലത്ത് ആഗ്രഹമായ തിരുമലൈ കോവിൽ അങ്ങ് ദൂരെ നിന്ന് കണ്ടപ്പോൾ നമ്മളെ മനസ്സിൽ തോന്നുന്നൊരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഏകദേശം ഒരു 9:30 ആയപ്പോഴത്തേക്ക് ബസ് തിരുമലൈ കോവിലെത്തി. അവിടുന്ന് നമ്മൾ പോകേണ്ടത് ഈ കാണുന്ന 600ഓളം പടികൾ കയറിയാണ്. പക്ഷേ നമ്മളെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട്. അവിടുന്ന് ബസ് സൗകര്യമുണ്ട്. അമ്പലത്തിൻ്റെ താഴിൽ നിന്ന് മുകളിലേക്ക് ബസ് സൗകര്യമുണ്ട്. എനിക്ക് പടി കയറാൻ വയ്യാത്തതുകൊണ്ടല്ല, പക്ഷെ ബസ്സിൽ പോകേണ്ട വ്യൂ അത് കാണേണ്ടത് തന്നെയാണെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. നമ്മുടെ ലാലേട്ടൻ പറയുന്നത് പോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ ഉയരം കൂടുന്തോറും ഭംഗിയും കൂടി തന്നെ കൊണ്ടിരിക്കും. വേറൊന്നുമല്ല, ഈ കാണുന്ന കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. അത്യാവശ്യം ബസ്സിന് നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ബാക്ക് സീറ്റ് തന്നെ പിടിച്ചു. ബാക്കിൽ ഇരുന്നുള്ള വ്യൂ കാണാനാണ് എപ്പോഴും ഒരു ഭംഗി. കാറാണേലും ബസ്സാണേലും ബൈക്കാണേലും അങ്ങ് മുകളിൽ വരെ തന്നെ എത്തും. താഴെ നിന്ന് മുകളിലേക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളു. ആ യാത്ര നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്ര തന്നെ. എന്നാലും ഞാനിവിടെ വന്നപ്പോൾ അന്തം വിട്ട് കുന്തം വീണക്കായിപ്പോയി. പുഷ്പയിൽ ഇങ്ങനൊരു അമ്പലം ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് ഈ കാണുന്ന കണക്കൊന്നുമല്ല, അത്രയ്ക്ക് അടിപൊളി. ഏറെ തിരക്കുള്ള ക്യൂവിന് ശേഷം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ കയറി. ഇതിനപ്പുറത്തേക്ക് വീടെടുക്കാൻ പറ്റില്ല. വീടെടുത്ത് എൻ്റെ ഫോൺ മേടിച്ച് വെക്കും. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിലാണ് ഈ ഒരു കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയോ ഉയരത്തിൽ നിൽക്കുന്നുണ്ടാവും. ഉച്ചയാണെങ്കിലും വെയിലത്രയ്ക്ക് അറിയാൻ വയ്യ, നല്ല കാറ്റുണ്ട്. ഇതിലൂടെയാണ് പുഷ്പ സിനിമയിൽ ശ്രീവല്ലി നടന്നു വരുന്നത്. മുൻപേ പറഞ്ഞ 600ഓളം പടവുകളും ഇത് തന്നെയാണ്. ഇതാണ് മുൻവശത്തെ വ്യൂ. ചിത്രത്തിൽ കാണുന്ന പോലെയല്ല, ഒരുപാട് അമ്പലങ്ങളും പുറകിലുണ്ട്. ഇവിടെ വേറെ പ്രത്യേകതയുണ്ട്. നമ്മളെ ലാലേട്ടൻ തങ്കവേൽ സമ്മാനിച്ചിട്ടുണ്ട് ഈ തിരുമല കോവിലിലേക്ക്. അങ്ങനെ ഏകദേശം ഒരു 5 മണിയോടുകൂടി ട്രെയിനിൽ പുറപ്പെട്ടു. ഒരു 7:30 ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ ഗൈസ്.